ഹലോ മക്കളെ, ഇന്ന് വൈകുന്നേരം നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടിപൊളി ലഡു ഉണ്ടാക്കുന്ന വീഡിയോ എങ്കിൽ പിന്നെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പം തന്നെ നമ്മൾ കടലമാവ് എടുത്തു, അതിലേക്ക് ഒരു നുള്ളുപ്പും കുറച്ച് ബേക്കിംഗ് പൗഡറും ഇട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ, കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞ ലഡു വേണം. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ആവശ്യമുള്ള നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും പഞ്ചസാരയും ഓയിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാറ്ററി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ. അപ്പോൾ അത് നമ്മൾ ഇനി ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ബൂന്തി റെഡിയാക്കാൻ ഇതുപോലുള്ള ഒരു അരിപ്പ് കയ്യിലും കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ബൂന്തി നല്ല ബോൾ പോലെയായിട്ട് നമുക്ക് കിട്ടുമേ. അപ്പോൾ നമ്മുടേത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു ബൂന്തി, നല്ല അടിപൊളി ബൂന്തി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഇത് തേച്ച് ഇനിയിപ്പോൾ ബൂന്തി റെഡിയാക്കണമല്ലോ എന്നുള്ള വിഷമം അത് കുറച്ച് ബാക്കിയുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഫസ്റ്റ് ടൈം ഒന്ന് ലഡു ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് തച്ചും ബൂന്തിയാക്കി എടുത്തുമ്പോൾ രാത്രിയായിട്ട് ഇപ്പോൾ ഏതായാലും സമയം 9 മണിയുടെ അടുത്തു. എങ്കിലും ഇതിന്ന് തീർത്തിട്ട് മാത്രം ബാക്കി പരിപാടി നേരിച്ചു. അങ്ങനെ നമ്മുടെ ബൂന്തിയൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്തുള്ള ആലോചനകൾ ഭയങ്കരമായിരുന്നു കേട്ടോ. ഇനി ഇതൊരു ബിസിനസ് ആക്കിയാലോ, നമുക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാം, ഏതൊക്കെ കടകളിൽ വിൽക്കാം എന്നുള്ള കാര്യങ്ങൾ ഭയങ്കര ആലോചനയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ബൂന്തിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പഞ്ചസാര പാനി ഇത് അടുപ്പത്തും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ബൂന്തി നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഇതുപോലെ ഒരു ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോഴേക്കും നമ്മളിത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്ത ബൂന്തി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പഞ്ചസാര പാനി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഒഴിച്ച് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം ഒന്ന് കൈവച്ച് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുത്തു. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്തു. നമ്മുടെ ലഡു അങ്ങനെ റെഡി ആയിട്ടോ. രാത്രിയായി സമയം, അതുകൊണ്ടാണ് ചെറിയ ഇരുട്ടൊക്കെ തോന്നുന്നത്, ഒരു ക്ലിയർ തോന്നാത്ത. ലഡു നല്ല മഞ്ഞ കളർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ലഡു ഉണ്ടാക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.